എല്ലാത്തിനും റിയാക്ട് ചെയ്യണമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല സോറി എന്നാണ് സിനിമാ നടനായ കുഞ്ചാക്കോ ബോബന്റെ അഭിപ്രായം. ഒരു പരിധിവരെ ശരിയാണ്. കാരണം എല്ലാത്തിനും റിയാക്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ സോറി, അത് അവരും അങ്ങനെ റിയാക്ട് ചെയ്യുന്നുണ്ടോ എന്ന് തിരിച്ചു ചോദിക്കേണ്ടി വരും. എന്നാൽ ഇതേ കുഞ്ചാക്കോ ബോബനാണ് CJP പാർട്ടിയുടെ പ്രൊട്ടസ്റ്റ് നടക്കുന്ന സമയത്ത് തീർത്തും സമാധാനപരമായിട്ടുള്ള സമരത്തെ എന്തിനാണ് ഇങ്ങനെ വിദ്യാർത്ഥികളെ പോലീസ് അടിച്ചോടിക്കുന്നതൊക്കെ ചോദിച്ച് അവർക്ക് പിന്തുണ അർപ്പിച്ച ഒരു വ്യക്തിയാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സിസ്റ്റത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ റിയാക്ട് ചെയ്യണമെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ CJP പാർട്ടിയുടെ വിഷയം മാത്രമാണോ ഇവിടുത്തെ സിസ്റ്റത്തെ ബാധിക്കുന്നത്? അതായത് നമ്മുടെ ഈ കേരള നാട്ടിലെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ മണ്ണ് തിന്ന് പ്രതിഷേധിച്ചുകൊണ്ടിരുന്ന PSC ഉദ്യോഗാർത്ഥികളുണ്ട്. ഇന്ന് അവർ മുട്ടിലെഴുതി സമരം നടത്തുന്നുണ്ട്. 2021 മുട്ടിലെഴുതി ഇതേപോലെ സമരം നടത്തി കഴിഞ്ഞപ്പോൾ അവർക്ക് അന്ന് അവർ ചോദിച്ച ആവശ്യങ്ങൾ നിറവേറ്റാമെന്ന് പറഞ്ഞ് അന്നും അവരെ കബളിപ്പിച്ചിരുന്നു. അത് കഴിഞ്ഞപ്പോൾ 5 വർഷം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അതേ സമരം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആര് മാറി മാറി ഭരിച്ചാലും, ഓരോ 5 വർഷം കഴിയുമ്പോൾ ആര് ഭരിച്ചാലും PSCക്കാർ എന്നും സമരത്തിൽ തന്നെയാണ്. അതായത് പല ആളുകളുടെ പ്ലക്കാർഡുകളുടെ പേരുകൾ മാത്രം മാറുന്നുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ, നേതാക്കന്മാരുടെ പേരുകൾ മാറുന്നുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. റാങ്ക് ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികൾ ചിലപ്പോൾ മാറിയിരിക്കാം, പക്ഷെ വിഷയം അന്നും ഇന്നും തന്നെ ബന്ധു നിയമനവും പിൻവാതിൽ നിയമനവും ആണ്. ഈ പിൻവാതിൽ നിയമനവും ബന്ധു നിയമനത്തെ കുറിച്ചൊന്നും നമ്മുടെ കുഞ്ചാക്കോ ബോബന് സംസാരിക്കാനില്ല. എല്ലാവർക്കും CJP പാർട്ടിയുടെ പ്രൊട്ടസ്റ്റ് നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് മാത്രമാണ് നോക്കിയത്. ഓൾ ഐസ് ഓൺ ദില്ലി പ്രൊട്ടസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞ പോലെ എല്ലാവരുടെയും കണ്ണുകളും അവരിലേക്ക് മാത്രമാണ് ഉടക്കിയിരുന്നത്. ഇവിടെ കേരളത്തില് ജനിച്ചു വളർന്ന നമ്മുടെ സ്വന്തം നാടായ കേരളത്തിലെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ തലസ്ഥാന നഗരം കൂടിയായ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മാസങ്ങളായിട്ട് സമരം ചെയ്യുന്ന PSC ഉദ്യോഗാർത്ഥികളോട് അവഗണിക്കുകയാണ് ഇവിടുത്തെ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും മറ്റ് സെലിബ്രിറ്റി താരങ്ങളും ആക്ടിവിസ്റ്റുകളും എല്ലാവരും അവഗണിക്കുക തന്നെയാണ്. കാരണം ഇവിടെ റാപ്പർ വേടൻ ആസാദി എന്ന ഒരു പരിപാടി സംഘടിപ്പിച്ച് നമ്മളുടെ ഭരണഘടനയും കയ്യിലേന്തി നടന്നിരുന്നു. ആർക്ക് സപ്പോർട്ടായിട്ട്? CJP പ്രൊട്ടസ്റ്റ് നടക്കുന്ന വിദ്യാർത്ഥികൾക്ക് സപ്പോർട്ടായിട്ട്. പക്ഷേ അത്രയും സപ്പോർട്ട് പോലും ഇവിടെ PSC ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി കൊടുക്കാൻ ആരുമില്ല. അവർക്ക് വേണ്ടി തെരുവിലിറങ്ങാൻ ആരുമില്ല. കഴിഞ്ഞ ദിവസം രഞ്ജിനി ഹരിദാസ് പറഞ്ഞിരുന്നു, എനിക്ക് ഡാറ്റ തരൂ, അതായത് എനിക്ക് വിവരം തരൂ, ഞാൻ അതിനുവേണ്ടി ശബ്ദിക്കാം, ഞാൻ അവരുടെ ശബ്ദമാകാം. പക്ഷെ ആ ശബ്ദമാകാന്ന് പറഞ്ഞു പോയ പോക്കാണ്. ഇന്നേ വരെ ശബ്ദം പോയിട്ട് കാറ്റ് പോലും ആകാൻ വേണ്ടി വന്നിട്ടില്ല എന്നതാണ് വാസ്തവം. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കുഞ്ചാക്കോ ബോബന്റെ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കേരളത്തിൽ നടക്കുന്ന പല സംഭവങ്ങളും ഇവിടെ സിസ്റ്റത്തെ ബാധിക്കുന്ന കാര്യമല്ല. ഇന്ത്യയിൽ നടക്കുന്ന പല സംഭവങ്ങളും, അതായത് ഇന്ത്യയിലെ BJP സർക്കാർ എവിടെയാണോ ഭരിക്കുന്നത് അവിടെ നടക്കുന്ന സംഭവങ്ങൾ മാത്രമാണ് ഇവർക്ക് സിസ്റ്റത്തെ ബാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ അടുത്ത പഞ്ചാബില് ഫാർമസി അസിസ്റ്റന്റ് എക്സാമില് അവിടെ ഒരു തിരിമറി നടന്നിട്ടുണ്ടായിരുന്നു. എക്സാം സെന്ററിൽ വെച്ച് പിള്ളേര്, അതായത് വിദ്യാർത്ഥികൾ തന്നെ കുറച്ചു പേര് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയ സമയത്ത് തന്നെ ബ്ലൂടൂത്ത് വെച്ചിട്ട് സ്കാൻ ചെയ്ത് പുറത്തേക്ക് അയച്ചു. ആ പുറത്തേക്ക് അയച്ച ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസേഴ്സ് എല്ലാം തിരിച്ച് റിസീവ് ആവുകയും ചെയ്തു. അങ്ങനെയാണ് അതൊരു സ്കാമായി വന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ പഠിച്ച് പരീക്ഷ എഴുതിയ പിള്ളേരെല്ലാം മണ്ടന്മാരാവുന്ന ഈ ഒരു സാഹചര്യത്തിൽ അപ്പോൾ പഞ്ചാബിനെതിരെ സംസാരിക്കാനും ഇവിടെ CJP പ്രൊട്ടസ്റ്റ് നടത്തുന്ന പിള്ളേര് പോലും അവിടെ ഇല്ല എന്നാണ് വാസ്തവം. CJP സമരത്തിന്റെ അവസാന ദിവസം അഭിജിത്ത് TK പറഞ്ഞൊരു കാര്യമുണ്ട്, ഇനി ഞങ്ങൾ പഞ്ചാബിലേക്കായിരിക്കും പോവുക. പക്ഷെ പഞ്ചാബിലേക്കാണോ എവിടെയാണോ പോയെന്ന് പോലും അറിയില്ല. ഇപ്പോൾ പേരിൽ പോലും പഞ്ചാബില്ല, കേരളമൊന്നും അവിടെ നിഘണ്ടുവിലേ ഇല്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ ആരുടെ തിട്ടൂരം അനുസരിച്ചാണ് പ്രയത്നിക്കുന്നത്? ആരുടെ തിട്ടൂരത്തിന് അനുസരിച്ചാണ് ഇവർ ഓരോ കരുക്കളും നീക്കുന്നത്? കാരണം അപ്പോൾ ഇവരുടെയൊക്കെ വിദ്വേഷം എന്ന് പറയുന്നത് സംഘപരിവാറിനോട് മാത്രമുള്ള എതിർപ്പാണോ, അതോ BJP എന്ന ഒരു പാർട്ടിയോടുള്ള എതിർപ്പാണോ, അതോ കേന്ദ്രം ഭരിക്കുന്ന BJP ആയതുകൊണ്ടാണോ ഇവർക്കൊക്കെ അസഹിഷ്ണുത എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. കാരണം കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് ജാൻമണി നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ വളരെ മോശമായ രീതിയിൽ അധിക്ഷേപിക്കുന്ന ഒരു സംഭവമുണ്ട് സമൂഹ മാധ്യമത്തിലൂടെ. പിന്നീട് നടന്ന കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അധിക്ഷേപിച്ചു, പരസ്യമായിട്ട് മാപ്പും പറഞ്ഞു. പക്ഷെ കേസുകൾ പലയിടത്തുനിന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിൽ ഒരു പ്രാവശ്യം പോലും അവരെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ല. അറസ്റ്റ് ചെയ്യുമെന്ന് പറച്ചിൽ മാത്രമേ ഉള്ളൂ. ദയവ് ചെയ്ത് അറസ്റ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ചു കഴിഞ്ഞാലുള്ള കുറ്റം എന്താണെന്നുള്ളത് കാണിച്ചു കൊടുക്കണം. കാരണം
അവിടെ ജാൻമണി പറഞ്ഞ രാഷ്ട്രീയ വിരോധമല്ല, രാഷ്ട്രീയപരമായിട്ടുള്ള ആശയത്തിനെ അല്ല അവിടെ ജാൻമണി എതിർത്തത്. ജാൻമണി അവിടെ സംസാരിച്ചത് എന്താണെന്നോ? ജാൻമണി അവിടെ സംസാരിച്ചത് നരേന്ദ്രമോദിയുടെ പിതൃത്വത്തെ കുറിച്ചിട്ടാണ്. അദ്ദേഹത്തിന്റെ മരണപ്പെട്ടുപോയ അമ്മയെ വരെ വളരെ മോശമായ രീതിയിലാണ് അപമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവണതയെ നമ്മൾ വച്ചു പൊറിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് തക്കതായ ശിക്ഷ കൊടുത്തേ മതിയാകൂ. പക്ഷെ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെയുള്ള ആളുകൾ, കേരളത്തിലെ കുറച്ച് സിനിമാ നടന്മാരും ആക്ടിവിസ്റ്റുകളും എല്ലാവരും അറിയപ്പെടുന്ന ഒട്ടനവധി ആളുകൾ വളരെ സെലക്റ്റീവായ വിഷയത്തിൽ പ്രതികരിക്കുള്ളൂ. അവിടെ സെലക്റ്റീവായ വിഷയം എന്ന് പറഞ്ഞാൽ BJP ഗവൺമെന്റിന് എതിരെ എന്ത് വാർത്തയുണ്ടോ അവർ മസ്റ്റായിട്ട് മുൻപന്തിയിലുണ്ടാവും, മുഖ്യനായിട്ട് നിൽക്കണ്ടാവും. കാരണം അവരുടെയൊക്കെ അജണ്ടയും പ്രൊപ്പഗണ്ടയും എന്ന് പറയുന്നത് തന്നെ CJP പാർട്ടി. ഇപ്പൊ ഉദാഹരണം CJP പ്രൊട്ടസ്റ്റിന് നമുക്ക് എടുക്കാം. CJP പ്രൊട്ടസ്റ്റ് മെയിൻ ആയിട്ട് നീറ്റ് എക്സാം സ്കാമുമായി ബന്ധപ്പെട്ടാണ്. ആ നീറ്റ് എക്സാം സ്കാമുമായി ബന്ധപ്പെട്ട് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നാണ് പറഞ്ഞത്. അപ്പൊ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയാണ് ഇവരുടെ ആവശ്യം. അതുകൊണ്ട് തന്നെ ഒരു വിക്കറ്റ് വീണു, രാജിവെച്ച ശേഷം ഇവർ പറഞ്ഞാൽ ഒരു വിക്കറ്റ് വീണു എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. എന്തെങ്കിലും ആവട്ടെ, പക്ഷെ BJP ഗവൺമെന്റിനെ താഴെയിറക്കാൻ കാണിക്കുന്ന ഈ ഒരു കൂട്ടായ്മ ഇവിടെ കേരളത്തിലെ PSC ഉദ്യോഗാർത്ഥികളുടെ നേരെയെങ്കിലും കാണിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. കാരണം നിങ്ങളെ പോലുള്ളവരുടെ ശബ്ദം ജനങ്ങൾ കേൾക്കണം. കാരണം നിങ്ങളുടെ സിനിമ ഇവിടെ എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ, നിങ്ങളെ ആരാധിക്കുന്നുണ്ടെങ്കിൽ, കൈൻഡ് ഓഫ് പീപ്പിൾ അവരോട് നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ബാധ്യതയുണ്ട്. ആ ബാധ്യതയാണ് ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് PSC ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ഇനിയെങ്കിലും നിങ്ങൾ തയ്യാറാകണം. മണ്ണ് തിന്ന് ജീവിക്കേണ്ട ജീവിതമല്ല അവരുടേത്. കാരണം അവർ പഠിച്ച് അധ്വാനിച്ച് അർഹരായിട്ട് പോലും റാങ്ക് ലിസ്റ്റിൽ കയറി പറ്റിയിട്ട് പോലും അവർക്ക് വേണ്ടത്ര നിയമനം ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ഈ സിസ്റ്റത്തിന്റെ ഫെയിലിയർ ആണ്. ഇനി കുഞ്ചാക്കോ ബോബനും ടൊവിനോ തോമസും ജോർജും അതേപോലെ രഞ്ജിനി ഹരിദാസും ആക്ടിവിസ്റ്റുകളും എല്ലാം ഇനി അതെന്നാണ് മനസ്സിലാക്കുക?